ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1666. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി, 205-ാമത്തെ ദിവസത്തിൽ പുറപ്പാട് പുസ്തകത്തിലൂടെ വീണ്ടും കടന്നു പോവുകയായിരുന്നു. അവിടെ മോശയുണ്ട്. ആടിനെ തീറ്റുന്ന ജോലിയിൽ വളരെ നാളായി വ്യാപൃതനാണ്. എന്നാൽ ദൈവം ഇടപെടുന്നത് എപ്പോഴാണ്? ദൗത്യമേൽപ്പിക്കുന്ന ദൈവത്തെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് ദൈവത്തിന്റെ ഒരു സമയത്താണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. സാധാരണ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ മുൾപ്പടർപ്പൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ആ മുൾപ്പടർപ്പ് കത്തുന്ന അസാധാരണ കാഴ്ച മോശയെ ശരിക്കും അത്ഭുത പരതന്ത്രനാക്കുന്നുണ്ട്. മാത്രമല്ല, മോശെ മോശെ എന്നൊരു വിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അവന്റെ ഉള്ളിലും സത്യത്തിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു. സംശയമില്ല, തന്റെ ജനത്തിന്റെ കഷ്ടത എന്ന അഗ്നി. ഇപ്പോൾ കാണുന്ന അഗ്നിയിലൂടെ ലഭിക്കുന്ന വേദനയുടെ ആ ഒരു ശബ്ദവും തന്റെ ഉള്ളിലെ അഗ്നിയും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ പരസ്പര ബന്ധവും മോശയ്ക്ക് തോന്നിയിട്ടുണ്ട്. അഗ്നിയിൽ നിന്നാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. നീ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. കാലിൽ കല്ലും മുള്ളും കൊള്ളുമ്പോൾ മാത്രം കഷ്ടതയുടെ അർത്ഥം മനസ്സിലാവും. മുൾപ്പടർപ്പിലും അഗ്നിയിലും കടന്നും നടന്നും പോകുമ്പോൾ ആ വേദനയുടെ തീവ്രത കുറെ കൂടി നമ്മളെ പാകപ്പെടുത്തും. തുടർന്നുള്ള വർത്തമാനങ്ങളിലാണ് ദൈവം ഇങ്ങനെ ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നത്. എന്നാൽ മോശയ്ക്ക് തടസ്സങ്ങൾ മാത്രമാണ്. ഒഴിവൊഴികൾ ഭംഗിയായി പറയുകയാണ്. പരാജയപ്പെട്ട് ഓടിപ്പോകുന്ന സ്ഥലത്തേക്ക് വെറും വിക്കനായി ഞാൻ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ഓർത്തു നോക്കിയ നേരത്തെ മനുഷ്യന് അവനവനില് അമിതമായ ഒരു ആശ്രയമുണ്ടായിരുന്നു. അതെല്ലാം പരാജയപ്പെട്ട് ഒടുവില് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത മനുഷ്യനായിട്ട് ഇയാൾ മാറിയിട്ടുണ്ട്. ആ ശൂന്യതയിൽ നിന്നാണ്, ആ താഴ്ചയിൽ നിന്നാണ് ദൈവം പാകപ്പെടുത്തുന്നത്. ഭൂമിയിലെ ഞാനുൾപ്പെടെ എല്ലാ മനുഷ്യർക്കും നിർവഹിക്കാനായിട്ട് എന്തൊക്കെയോ ദൈവത്തിന്റെ ദൗത്യങ്ങളുണ്ട്. അത് എന്റെ കഴിവോ പ്രാപ്തിയോ സാമർഥ്യമോ ഒരുക്കമോ സന്നദ്ധതയോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അവിടെ ഞാന് വിധേയപ്പെടാനും വിനയപ്പെടാനും പഠിക്കണ്ടേ, ശ്രമിക്കണ്ടേ. അവിടെ നിന്നാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ ദൈവത്തെയാണോ ഉപയോഗിക്കുന്നത്, അതോ ദൈവം എന്നെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഭൂമിയിലെ എല്ലാ ഭക്തരും ഒന്ന് സ്വയം അന്വേഷിക്കേണ്ടതാണ്. ഉള്ളിലേക്ക് ഇറങ്ങി ഒന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദൈവത്തെ ഉപയോഗിക്കുന്ന പണിയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അവനവനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഒരു ഉപകരണം എന്ന നിലയിൽ ദൈവം എന്നെ ഒന്ന് ഉപയോഗിക്കാനായിട്ട്, അതിലൂടെ വലിയ അത്ഭുതം സംഭവിപ്പാനായിട്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.